താങ്ക് യു സോ മച്ച്. മാം ശരിക്കും നടക്കത്തില്ലായിരുന്നു. സത്യം പറഞ്ഞ ഈ ജേർണി എന്ന് പറഞ്ഞ ഭയങ്കര ഇച്ചിരി ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു. കാരണം കഷ്ടപ്പെട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യം തന്നെയായിരുന്നു. ഞാൻ 4 മാസം എടുത്തു. ഞാൻ 3 മാസത്തെ കോഴ്സ് എടുത്തേ. പിന്നെ 1 മാസം ഫുൾ ക്വസ്റ്റ്യൻസിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തു. പിന്നെ എനിക്ക് എന്തോ ദൈവം സഹായിച്ച് 85 ക്വസ്റ്റ്യൻസ് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാൻ പറ്റി. ഞാൻ 22nd എക്സാം എഴുതി, 25th ക്രിസ്മസിന് അന്ന് റിസൾട്ട് വന്നു. യെസ്, ട്രൂ ക്രിസ്മസ് ഗിഫ്റ്റ് തന്നെയായിരുന്നു. മാമിന്റെ ക്ലാസ് സത്യം പറഞ്ഞാൽ എല്ലാം അടിപൊളി ക്ലാസ് ആണ്. ഒന്നും പറയാൻ വാക്കുകളില്ല. എല്ലാം അടിപൊളിയായിരുന്നു. എക്സ്പ്ലനേഷൻ ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ മാമിന്റെ മോട്ടിവേഷൻ ക്ലാസ്, പ്രയർ എല്ലാം അടിപൊളിയാണ്. ഒന്നും പറയാൻ വാക്കുകളില്ല. എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞ എനിക്ക് എല്ലാം കുറച്ചുകൂടെ ക്ലിയർ കട്ട് ആയത് ഇത് പഠിച്ച പിന്നെയാ. ഞാൻ നഴ്സിംഗ് പഠിച്ചു, ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. തലേദിവസം നമ്മൾ പഠിക്കുന്നു, എങ്ങനെയെങ്കിലൊക്കെ പാസ് ആവുന്നു, ആ സെറ്റപ്പ് അത്രേ ഉള്ളൂ. അത്രയും മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആദ്യമൊക്കെ ഇത്രയും കുത്തിരുന്ന് ശരിക്കും ആദ്യം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഞാൻ പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണെന്നുള്ള കാര്യം കൺസെപ്റ്റ് ശരിക്കും മനസ്സിലായത് മാമിന്റെ ക്ലാസ്സിലൂടെ തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച്. ഒന്നും പറയാൻ ഇല്ല. എല്ലാം ക്ലാസ്സും അതുപോലെ എല്ലാം വിഷയം, മെറ്റേണിറ്റി ആണെങ്കിലും ശരി, പീരിയാട്രിക് ആണെങ്കിലും ശരി, എല്ലാം അടിപൊളിയായിട്ട് മാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രയോറിറ്റി ആണെങ്കിലും എല്ലാം നന്നായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്.